വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടത്തലയിൽ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായിട്ടുള്ള ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 4 സെൻറ്റ് 200 ലിക്സ് സ്ഥലത്ത് 1982 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസോടും കൂടിയ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനാണ്. കൂടാതെ ബാൽക്കണിയിൽ വന്നിട്ടുള്ള CNC കട്ടിങ്ങിൻ്റെ ഹാൻഡ് റെയിലുമാണ്. 3.5 മീറ്ററാണ് ഇവിടുത്തെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ സിമ്പിളായ ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിന് ഉള്ളത്. 4 മീറ്ററോളമാണ് ഗേറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് ഭാഗത്താണുള്ളത്. 10 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് വലിയൊരു കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഭാഗത്തായി അത്യാവശ്യം പ്ലാൻസ് ഒക്കെ ചെയ്ത് ഭംഗിയായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്, അതായത് സൗത്ത് സൈഡിൽ. 8 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിൻറ്റും ടാപ്പ് പോയിൻറ്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടുള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായി യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായി ഒരു അലക്കുകല്ലും ടാപ്പ് പോയിൻറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം അത്രയും നമുക്ക് മെറ്റൽ ചിപ്സോ പെബിൾസോ ഒക്കെ നൽകി വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 7 അടിയോളം നീളവും 5.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെ ഒരു പില്ലർ നൽകിയിട്ടുണ്ട്. പില്ലർ ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ചെയർ ഇടാനുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് വന്നിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഡോറുകളും വിൻഡോയും എല്ലാം വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 11.5 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും വലിയ സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ലിവിംഗ് റൂമിൻ്റെ ഈ സൈഡിലായിട്ട് നല്ലൊരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 10.5 അടിയിലേറെ നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ ഫിറ്റിങ്സ് ഇനി ചെയ്യാനായിട്ടും ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീടിന് വീഗാർഡിൻ്റെ വയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ വയറിംഗ് അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്കും ഇനി കംപ്ലീറ്റ് ആവാനായിട്ടും ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈൽസാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. നമുക്ക് ഇവിടെയായിട്ട് വളരെ ഭംഗിയുള്ള ഒരു പാർട്ടീഷൻ വാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. 14.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വന്നിരിക്കുന്നത്.
ഡൈനിങ് സ്പേസിൽ നിന്ന് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഈ ബാത്റൂം ഫിറ്റിങ്സ് വരാനുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ബാത്റൂം ഫിറ്റിംഗ്സ് കൂടി വരാനുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് എല്ലാ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ CNC കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ട് ഒരു ഡോറ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയർ വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 15 അടിയിലേറെ നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൽ ഉള്ളത്. ഇവിടെയായി ഒരു പാർട്ടീഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെയും ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം ഇവിടെയായിട്ടാണ് വരുന്നത്. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. 13 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 12 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയർ റെൻ്റൽ പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് കിച്ചണാക്കി മാറ്റാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 16 അടിയോളം നീളവും 12.5 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെ ഈ 3 പില്ലറുകൾ നൽകിയിട്ടുണ്ട്. പില്ലറുകൾ ടൈൽ ഉപയോഗിച്ചാണ് റാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് വന്നിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കളർ കോമ്പിനേഷനൊക്കെ നൽകിയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 16 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 9 കിലോമീറ്റർ, കലൂരേക്ക് 21 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 17 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 1.7 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1982 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസോടും കൂടി ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.